നമ്മുടെ കോച്ച് എപ്പോഴും ടഫായിരിക്കും. ഏറ്റവും ടഫായിട്ടുള്ള കോച്ചാണ് നമ്മളെ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷണങ്ങൾ കൂടെ കടത്തിവിടും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൈമുതലാവാൻ പോകുന്നത് നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? അനുഭവ സമ്പത്ത് എന്നാണ് പറയുന്നത്. പഴയ ആൾക്കാർ പറയുന്നത് അനുഭവ സമ്പത്ത്. അതിനകത്ത് തന്നെ എൻ്റെ അർത്ഥമുണ്ട്. അനുഭവമാണ് സമ്പത്ത്. അത് നാളെ പൈസ ആവാനുള്ളതാണ്, അസറ്റ് ആവാനുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി പല ആൾക്കാരും അനുഭവം എന്നൊന്നും പറഞ്ഞ് നിർത്തിപ്പോവും, സൂയിസൈഡ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത്. അത് തിരിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആകെ കൂടി പേടിക്കരുതാത്ത ഒരേ ഒരു സാധനം പൈസ. കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും പൈസയാണ്. പൈസ എന്ന് പറയുന്ന സാധനം മാത്രമേ ജീവിതത്തിൽ വരാവുന്ന പ്രതിസന്ധികളുടെ ഏറ്റവും ചെറിയ പ്രതിസന്ധി. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വരാവുന്ന മറ്റു പ്രതിസന്ധികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രതിസന്ധി പൈസയാണ്. പ്രശ്നം എവിടെയാണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പലതും ചെയ്യാൻ നമുക്ക് സമയമില്ല. നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണ് നമ്മുടെ പ്രയോറിറ്റി മുഴുവനും. ഉദാഹരണം ഞാൻ വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി അല്ലെങ്കിൽ ഇതുപോലത്തെ ആരെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പ് ലെവലിലുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുമായിട്ട് 10 മിനിറ്റ് നമുക്ക് മാത്രമായിട്ട് തനിച്ചിരുന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ പോവില്ലയോ? ഉറപ്പായിട്ടും പോകും, അല്ലേ? എന്നാൽ 10 മിനിറ്റ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ടൈമുണ്ടോ? കാരണം 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടൈമുണ്ടോ? നമുക്ക് ടൈമില്ല. 10 മിനിറ്റ് ചുമ്മാ ഇരുന്നാൽ മതി. കണ്ണടച്ച് 10 മിനിറ്റ് ഇരിക്കാൻ നമുക്ക് ടൈമുണ്ടോ? നമുക്ക് ടൈമില്ല. നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈമുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? നമ്മുടെ പ്രയോറിറ്റി അതിന് മാത്രം അതിന് സമയമില്ല. ഒരു ബുക്കിൻ്റെ ഒരു പേജ് വായിക്കാൻ നമുക്ക് സമയമുണ്ടോ? ദിവസം ഒരു പേജ് വെച്ച് വായിക്കാൻ തീരുമാനിച്ചാൽ ഒരു വർഷം ഒരു 365 പേജ് കംപ്ലീറ്റ് ആവും. ഒരു ബുക്ക് ഒരാൾ എഴുതുന്ന എത്ര കാലത്തെ ചിന്തയാണ് ഒരു ബുക്കെല്ലാം എഴുതാൻ പറ്റുന്നത്? എത്ര നിങ്ങളൊരു പേജ് ഒന്ന് എഴുതി നോക്കണം, അന്നേരം മനസ്സിലാവുള്ളൂ എഴുതാണെങ്കിൽ എന്തുമാത്രം മൈൻഡ് അതിനകത്ത് വരണം. ഒരു ബുക്ക് ഒരാൾ എഴുതുന്ന എത്ര കാലത്തെ ചിന്തകളിൽ നിന്നാണ് ഒരു ബുക്ക് എഴുതാൻ പറ്റുക? ആ എഴുതുന്ന സാധനം നമ്മൾ വായിച്ചെടുക്കാനായിട്ട് ഒരു ബുക്ക് ചിലപ്പോൾ ആൾക്കാർ വായിക്കാൻ ചിലപ്പോൾ മേടിക്കും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ബുക്കുണ്ടാവും. അത് അവിടെ തന്നെ കാണും, ഷെൽഫിൽ തന്നെ കാണും. കാരണം ചിലപ്പോൾ ഇനി വായിക്കാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നമ്മൾ മെനക്കെട്ടിരുന്ന് ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ ശ്രമിക്കും. നടക്കാതെ ഒരു അവിടെ ഇട്ടും പരിപാടി കഴിഞ്ഞു, പിന്നെ കഴിഞ്ഞു. പക്ഷെ ഒരു ദിവസം ഒരു പേജ് വായിച്ചാൽ മതി. ഒരു ദിവസം ഒരു പേജ് വായിച്ചാൽ 365 ദിവസം കൊണ്ട് 365 പേജാവും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനങ്ങ് തീരുമാനിക്കുക. നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ അറിയണം. നമ്മളേക്ക് തുടക്കത്തിൽ നമ്മളെ വിട്ടിരിക്കുന്നവരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തന്നെയാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത്. അല്ല ഓർഡിനറി ആകാൻ വേണ്ടി പുള്ളി ആരെയും കൊണ്ട് വിട്ടിട്ടില്ല. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ എടുക്കുകയാണ്, അത് എക്സ്ട്രാ ഓർഡിനറി ഡിവൈസ് നമ്മളെ തന്നിരിക്കുകയാണ്. അത് സോഫ്റ്റ്വെയർ ചെയ്യണം. ഏത് സോഫ്റ്റ്വെയറോ ചെയ്ത് അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുള്ളൂ, അതിൻ്റെ കുറ്റമല്ല. എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മളാദ്യം ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഡിസിഷനാണ്. അതൊരു ഡിസിഷനാണ്. ഇതിനിടെ ഇഷ്ടം പോലെ ചലഞ്ചസ് വരും, ഇഷ്ടം പോലെ ഹഡിൽസ് വരും. നിങ്ങൾ ഏത് മേഖലയിൽ വിജയിച്ച് നിൽക്കുന്ന ആൾക്കാർ നോക്കിയാൽ ഇത് മാത്രം ചലഞ്ചസ് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ വരുന്നത്. ഇതിനിടയിലൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരെല്ലാം ഇടയ്ക്ക് വെച്ച് പോയവരാണ്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വിജയമുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് വിജയിക്കാൻ പറ്റുക.